എൻ്റെ പേര് ശിവന്യ ശിവൻ. ഞാൻ NSV വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇത് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിന് ചുറ്റും കാട് കയറിയും രാത്രിയുടെ മറവിൽ ആളുകൾ മാലിന്യം കൊണ്ടുവന്ന് തള്ളുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്കൂൾ ബസ്സുകളിൽ പോകാനും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും ഈ ഒരു ബസ് സ്റ്റോപ്പിനെയാണ് ഇവിടെ വണ്ടി കയറാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലതവണ ഇത് മുനിസിപ്പാലിറ്റിയിലും അധികാരികളോടും പരാതിപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. കാട് വളർന്നു മൂടിയ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കാൻ ഭയപ്പെടുകയാണ് നാട്ടുകാർ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ പ്ലാച്ചേരി താമരപ്പള്ളി ദേവാലയം ജംഗ്ഷനിൽ 5 കൊല്ലം മുമ്പ് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ സ്ഥിതി. ഇഴജന്തുക്കളെ ഭയന്ന് ഈ കേന്ദ്രം ഉപയോഗിക്കാൻ മടിക്കുകയാണ് യാത്രക്കാർ. ഇപ്പോൾ അപകടകരമായി വളർന്ന കാട് നീക്കാൻ മരാമത്ത് വകുപ്പോ പുനലൂർ നഗരസഭയോ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. 2018-19 വർഷത്തിൽ പുനലൂർ MLAയും മന്ത്രിയുമായിരുന്ന K. രാജുവിന്റെ പ്രത്യേക വികസന നിധി അഥവാ SDSCയിൽ നിന്നും 4 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണിത്. ഇത്രയധികം തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം അന്ന് വിവാദമായിരുന്നു. റബ്ബർ തോട്ടത്തിൽ അടുത്തെങ്ങും സ്ഥാപനങ്ങളോ വീടുകളോ ഇല്ലാത്തയിടത്ത് പാതയോരത്ത് ബസ് കാത്തു നിൽക്കുന്നവർക്ക് കുറെ കൂടി സുരക്ഷിതമായി നിൽക്കുന്നതിനായാണ് ഇവിടെ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ഇതിന് സമീപത്തായി എതിർവശത്ത് NK പ്രേമചന്ദ്രൻ MPയുടെ വികസന നിധിയിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം 3 വർഷം മുമ്പ് ലോറിയിടിച്ച് തകർന്നിരുന്നു. MLA ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രം പിന്നീട് കാടുമൂടി. മാലിന്യത്തിന്റെ ദുർഗന്ധം സഹിച്ചും ഇഴജന്തുക്കളെ ഭയന്നുമാണ് യാത്രക്കാർ ഇപ്പോൾ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. പലതവണ ഇക്കാര്യം പുനലൂർ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.